ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മളെ ഫ്രണ്ട് ഡോറ് തുറന്ന് നോക്കാം കേട്ടോ. കാരണം ചില ദിവസങ്ങളൊക്കെ ആകാശം കാണാൻ നല്ല രസമാവും കേട്ടോ. പക്ഷെ ഇന്ന് അത്ര വലിയ രസമൊന്നും കാണാനില്ലേ. ഇന്നൊരു ചുവപ്പോ എന്തൊക്കെ ഒരു കളറ് ഇതാ ആ കാണുന്ന കേട്ടോ നമ്മളെ വീട് പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതും നമ്മളെ വീടല്ല. അപ്പോൾ ഇന്ന് അങ്ങനെ വലിയ കുഴപ്പമില്ല, പോട്ടെ. എന്ന് ചില ദിവസമൊക്കെ നല്ല ഭംഗിയാക്കാറ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞത് ഞങ്ങൾ അതിന് ചായ കുടിച്ചു. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എന്തായിരുന്നു, കപ്പായിരുന്നു കേട്ടോ. കപ്പ നമ്മളിവിടെ പൂളാന്ന് പറയും. അപ്പോൾ നമ്മൾ കപ്പ ആദ്യം വേവിച്ച വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് പിന്നെ രണ്ടാമത് കപ്പ വേവിച്ചെടുക്കണമെന്ന് എനിക്കിപ്പോൾ അടുത്താട്ടോ ഞാൻ അറിഞ്ഞത്. ഒരു യൂട്യൂബിലിങ്ങനെ കണ്ടപ്പോഴാട്ടോ ഇത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യത്തെ വെള്ളം നമ്മൾ എടുക്കരുത്, അതിൽ എന്തൊക്കെയോ വിഷാംശമുണ്ട്, അപ്പോൾ അത് നന്നായിട്ട് തിളപ്പിച്ച് കളഞ്ഞിട്ട് രണ്ടാമത് നമ്മളിങ്ങനെ എടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിതേ ആ വെള്ളം കളഞ്ഞിട്ട് പിന്നെ കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കപ്പയൊക്കെ അങ്ങനെ കറിയൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ മീൻ കറി, ചിക്കൻ കറി, ബീഫ് കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഇന്ന് കറിയൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ തൂമിച്ചാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇത് കടുകും കുഞ്ഞുള്ളിയും പച്ചമുളകും പിന്നെ നമ്മളെ കറിവേപ്പിൻ്റെ ഇലയും അതൊക്കെ ഇട്ടിട്ട് ഇതേ ഞാൻ നന്നായിട്ടൊരു തൂമിച്ച കപ്പ എടുത്തിട്ടുണ്ടായിരുന്നു. രസമുണ്ടായിരുന്നു കേട്ടോ. കറി ഇല്ലെങ്കിലും തിന്നാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു നമ്മളെ രാവിലത്തെ കടി. പിന്നെ ഒന്ന് പണിക്കാരുള്ളത് കൊണ്ട് തന്നെ ഉമ്മ വരുന്നുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന്. അപ്പോൾ ഒറ്റയ്ക്ക് ആവൂലല്ലോ, അവർക്ക് പത്തണിക്കും അതുപോലെ ചോറും ഒക്കെ കൊടുക്കണ്ടേ. അപ്പോൾ മോനെ വെച്ചിട്ട് ആവൂല വെച്ചിട്ട് ഉമ്മ വരും കേട്ടോ. അപ്പോൾ ഉമ്മ വരുന്നതിന് മുന്നേ ഞാൻ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സാമ്പാറിനുള്ള പച്ചക്കറിയും കേബേജും തേങ്ങയും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉമ്മ വന്നതേ പരിപ്പ് വെന്തു, പിന്നെ പച്ചക്കറിയൊക്കെ ഇട്ട്, പിന്നെ അടുത്ത ഘട്ടം നമ്മൾ ഈ പച്ച സാധനം ഉണ്ടല്ലോ, പഠിച്ചോനെ, വെണ്ടക്ക അതിട്ടിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് പിന്നെ നമ്മൾ വറുത്തരച്ചിട്ട് കറി ഉണ്ടാക്കട്ടോ. അങ്ങനെ കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അതിങ്ങനെ അത് വെന്ത് പിന്നെ ഉമ്മ തേങ്ങ ഒക്കെ പാർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മ ഉണ്ടാക്കണ കറിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം സാമ്പാറും അതുപോലെ ചിക്കൻ ബിരിയാണിയും മത്തിമുളക് ഇട്ടോ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റാണ്. ബാക്കിയുള്ളതൊക്കെ ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ ഇത് മൂന്നും എനിക്കിഷ്ടമാണ്. എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പം അപ്പോൾ നമ്മളിങ്ങനെ തേങ്ങ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് കേബേജും സെറ്റായി. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ എന്താ കാട്ടുന്നത്, സാമ്പാർക്ക് നമ്മളെ മല്ലിച്ചപ്പ് പിന്നെ നമുക്കിങ്ങനെ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇടാൻ പറ്റിനീലൊക്കെ വാരിക്കൂരി അങ്ങ് ഇടും. കറിവേപ്പിൻ്റെ ഇല, ഇതേണ്ട കറിവേപ്പിൻ്റെ ഇല ഇടുന്നത്. കറിവേപ്പിൻ്റെ ഇല പച്ചക്കും പിന്നെ കടുക് പൊട്ടിച്ച് നീലൊക്കെ ഇടും കേട്ടോ. നമുക്ക് കുഴപ്പമില്ല, അതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമല്ലേ. അപ്പോൾ അങ്ങനെ നമ്മളെ സാമ്പാർ തിളച്ച് മറിഞ്ഞ് വരുന്നു. അപ്പോൾ നമ്മളിനി ഇതിലേക്ക് കടുക് താളിച്ച് ഒഴിക്കുന്നുണ്ട്. കടുക് ഉലുവ പിന്നെ വലിയ ജീരകമാണെന്ന് തോന്നുന്നു, ഒരു ജീരകം ഇടുന്ന കണ്ടിരുന്നു ഉമ്മ. അതും ഇട്ട് നമുക്ക് എല്ലാ ബോട്ടിലും ഒരേപോലെ ആയതുകൊണ്ട് പെട്ടെന്ന് നമ്മളിങ്ങനെ വീഡിയോ എടുക്കണതുകൊണ്ട് നമുക്കറിയില്ല. വലിയ ജീരകമാണെന്ന് തോന്നുന്നു. അപ്പം അതും ഇട്ടിട്ടുണ്ട്. പിന്നെ വറ്റൽമുളക് ഇടണം കേട്ടോ. പിന്നെ വറ്റൽമുളക് നമ്മളെ കയ്യിലില്ല, അതുകൊണ്ട് നമ്മൾ പിന്നെ കറിവേപ്പിൻ്റെ ഇല വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ താളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മീൻ കറി വെക്കണം. മീൻ വറ്റിച്ചത്. അതിന് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവ ഇട്ടു. പിന്നെ കുറച്ച് മാത്രം കടുക് വളരെ കുറച്ചേ ഉള്ളൂ, അതിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സവാള ഇട്ടിട്ടുണ്ട്. സവാള ഒന്ന് വന്നതിന് ശേഷം നമ്മൾ പച്ചമുളക് ഇട്ടെടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒന്ന് വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാട്ടിടുന്നത്, പേസ്റ്റല്ല ചതച്ചത്. പിന്നെ അതേ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട്. പിന്നെ തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അതിന് ശേഷം മഞ്ഞപ്പൊടി കണക്കിപ്പോൾ ഞാൻ കണക്കെടുത്ത് പറയണമൊന്നുമില്ല. പിന്നെ അതേ മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി നമ്മൾ പുളിവെള്ളം, വാളംപുളി അതൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊഴിച്ച് ഒന്ന്
തിളച്ചതിന് ശേഷം നമ്മൾ മീനിട്ട് കൊടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് തള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ മത്തി ചാള അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മീനിട്ടതിന് ശേഷം കുറച്ചുകൂടെ കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ അതും ഇട്ട് നമ്മളങ്ങനെ മൂടി വെച്ചു. അതിനിടയ്ക്ക് ഇമ്മ വന്നപ്പോൾ ഇലട കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ഒരു കട്ടൻ ചായ ഇലയുടെയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ കാണിച്ചു എന്ന് മാത്രം. പിന്നെ നമ്മൾ പണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ അടുക്കളൻ്റെ കോലം ആകെ മിസ്സാവും കേട്ടോ. കാരണം ആകെ കുഞ്ഞു അടുക്കളയാണ്. കണ്ട സിങ്കൊക്കെ കണ്ടെങ്കിൽ ആകെ ആ ഒരു സിങ്കാണ്. അതും അങ്ങ് ഭൂമിൻ്റെ അടിയിൽ കൊണ്ടുപോയി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അയാൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകെ പരന്ന് ഇത്ര വലിപ്പമുള്ളൂട്ട് അടുക്കള. അവിടെ റേക്കോ ഒന്നുമില്ല. ആകെ ഒരു ജനാലും ആ കുപ്പി വെക്കുന്ന ആ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ഈ ഒരു അടുപ്പും, ഈ അടുപ്പിൻ്റെ മണ്ടയിലാണ് നമ്മൾ ഗ്യാസ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതോടെ അവിടെ സ്പേസ് കഴിഞ്ഞു. അപ്പോൾ അതങ്ങനെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മീൻ കറി നന്നായിട്ട് വെന്ത് നല്ല കുറുകലായി, നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ മീൻ കറി സെറ്റ്. ഇനി ഫുള്ള് ക്ലീനിങ് ആണ് കേട്ടോ. പിന്നെ ചോറും കറിയൊക്കെ അമ്മയാണ് വെച്ച് അത് കഴിഞ്ഞ് പിന്നെ ക്ലീനിങ് ഒക്കെ ഞാൻ തന്നെ. കാരണം എനിക്ക് ആരെടുത്താലും എനിക്ക് വൃത്തിയാവില്ല, ഞാൻ തന്നെ എടുക്കണം കേട്ടോ. ഞാനൊരു 10 വട്ടം ഈ അടുപ്പ് തുടച്ചുകൊണ്ടേയിരിക്കും. ആദ്യം നനഞ്ഞ തുണി കൊണ്ട്, പിന്നെ ഒന്ന് ഉണങ്ങിയ തുണി കൊണ്ട്, അങ്ങനെ അതിങ്ങനെ തെളുങ്ങണം. അതുവരെ ഞാൻ തുടച്ചുകൊണ്ടേയിരിക്കും. അതിനൊന്നും ഇപ്പോൾ ആരും കിട്ടൂലല്ലോ. അതുകൊണ്ട് ഞാനാണ് ഈ ക്ലീനിങ്ങൊക്കെ. അത് പിന്നെ എനിക്ക് തന്നെ ചെയ്യും വേണം കേട്ടോ. അതുകൊണ്ട് ബാക്കിയുള്ള പണിയൊക്കെ ഞാൻ തന്നെ. ഇനി അതൊക്കെ കഴിഞ്ഞ് നമ്മളെ അതൊക്കെ അടിച്ച് വാരി തുടയ്ക്കാനുണ്ട്. കുറച്ചും കൂടെ പാത്രമൊക്കെ കഴുകാനുണ്ട്. അപ്പം അതിനിടയ്ക്ക് അതൊക്കെ കഴിഞ്ഞ് നമ്മളെ വീതനൊക്കെ തുടച്ച് എടുത്തിട്ടുണ്ട്. അതിനത് അടിച്ചു വാരുകയാണ്. ഇത്ര ചപ്പ് ഞാറാണ് നമ്മളെ കുക്കിങ്ങൊക്കെ കഴിയുമ്പോഴത്തേനും. ഇന്നിപ്പോൾ എൻ്റെ പണിക്കാരുള്ളതുകൊണ്ടാട്ടോ ഇത്ര ഒരുപാട് ഫുഡ് വെച്ചത്. ഇത്ര തോനെയൊന്നും വെക്കാറില്ല. 2 ആൾക്ക് വെക്കുന്ന ഫുഡേ വെക്കുള്ളൂ ഇവിടെ. അപ്പം നമുക്ക് പണിക്കാറുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇത്ര രണ്ടാവരി ചോറൊക്കെ വെച്ചത് കേട്ടോ. അങ്ങനെ നമ്മൾ ചോറ് സെറ്റായി. പിന്നെ നമ്മളെ മീൻ മുളകിട്ടേ കണ്ട നല്ല വറ്റി കുറുകി എന്നാ ഒരു ടേസ്റ്റ്, ഒരു മണമായിരുന്നു അതിന്. അപ്പോൾ പിന്നെ ചമ്മന്തി ഇത് നമ്മൾ കഞ്ഞി കൊടുത്തായിരുന്നു കേട്ടോ. ബാക്കി ഉണ്ടായപ്പോൾ ഞാൻ എടുത്ത് വെച്ചു എന്നുള്ളൂ. പിന്നെ നമ്മുടെ കേബേജും പിന്നെന്താ സാമ്പാറും. അപ്പോൾ ഇതായിരുന്നു നമ്മളെ ഉച്ചക്കത്തത്. അപ്പോൾ അതൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. നമ്മളെ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ക്ലീനിങ് ആയതിന് ശേഷം ഇതാണ് നമ്മൾ അടുക്കളേൻ്റെ പോലെ കണ്ടോ. ഞാൻ വീണ്ടും പറയണ കുഞ്ഞി അടുക്കളയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കുള്ളത് വെച്ചല്ലോ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതുപോലും ഇല്ലാത്ത ആൾക്കാരുണ്ടല്ലോ. നമുക്കിതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എന്തോരം നല്ലതാണ്. അപ്പോൾ ഇതാട്ടോ കണ്ടോ, ഇവിടെ ഒരു സിങ്കിന് ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ഇപ്പുറത്തെ സ്പേസ് ഒന്നുമില്ല. അതുകൊണ്ട് ഗ്യാസിൻ്റെ മുകളിൽ ഒരു ബേസിന് വെച്ചിട്ട് അതിലാണ് പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞത് ഈ അടുക്കളയിൽ ആകെ ഈ ഒരു സാധനമേ ഉള്ളൂ, കുപ്പിയൊക്കെ. അവിടെ തന്നെ കുറേ കുപ്പി സൂപ്പർ മാർക്കറ്റ് പോലെ ഒതുക്കി പറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, അതിൻ്റെ അടിയിലും അടുപ്പിൻ്റെ അടിയിലൊക്കെ ആയിട്ട് കുറേ പാത്രങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു നമ്മളുടെ ഇന്നക്കത്തെ വിശേഷം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് വരാം. ഞാനപ്പോൾ എൻ്റെ അടുക്കള ഫുള്ളിങ്ങനെ കാണിച്ചു തരികയാണ് നിങ്ങൾക്ക്. കണ്ട ഒരു റേക്ക് പോലുമില്ല. അവിടെ ഒരു ഹോളുണ്ട്, അത് എന്തിനാണ് അറിയില്ല. അപ്പോൾ പിന്നെ ഇതാണ് നമ്മളുടെ ആകെ എത്ര സ്പേസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത ദിവസം കാണാം. ടാറ്റ, ബൈ, സീ യു.